കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നമ്മുടെ ബോക്സ് ഓഫീസിൽ തരംഗമായ 3 മലയാളം സിനിമകളാണല്ലോ ആടുജീവിതം, വർഷങ്ങൾക്ക് ശേഷം, ഒപ്പം ആവേശം. ഈ 3 സിനിമകളുടെയും കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഞായറാഴ്ച വരെയുള്ള ഡീറ്റെയിൽ കളക്ഷനാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആദ്യമേ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ 32 ദിവസത്തെ കണക്കുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ 77 കോടി 40 ലക്ഷം, കർണാടകത്തിൽ 6 കോടി 25 ലക്ഷം, തമിഴ്നാട്ടിൽ 8 കോടി 20 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം 97 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തപ്പോൾ $7 മില്യൺ ആണ് സിനിമ ഓവർസീസ് രാജ്യങ്ങളിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 32 ദിവസങ്ങൾ കൊണ്ട് 156 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ 160 കോടി ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെടുമെന്ന് പ്രതീക്ഷ സിനിമയാണ് ആടുജീവിതമെങ്കിൽ പോലും നിലവിൽ അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കൃത്യമായ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കാം. സിനിമ തിയേറ്ററുകളിലെ വിജയിച്ച സിനിമയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. അതേസമയം തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം കാഴ്ചവെച്ച സിനിമ അങ്ങനെ തിയേറ്ററുകളിലെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 18 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 35 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തപ്പോൾ 2 കോടി 5 ലക്ഷമാണ് സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. കർണാടകത്തിൽ 3 കോടി 80 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 50 ലക്ഷമായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ഓവർസീസിൽ നിന്നും 4.23 മില്യൺ മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് 77 കോടി 67 ലക്ഷം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 80 കോടിയിലേക്ക് ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ 18 ദിവസത്തെ കണക്കുകൾ കൊണ്ട് സിനിമ റേഞ്ചിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഇന്നലെ സിനിമയുടെ 19ാം ദിവസമായിരുന്നു. ഇന്നലത്തെ കണക്കുകളോടെ 78 കോടിയിലേക്ക് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇനി സിനിമ ഫൈനൽ കളക്ഷനായിട്ട് 80 കോടി നേടിയെടുക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി. വിഷു ഇത് റിലീസുകളിൽ തിയേറ്ററുകളിലെ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ, ഒപ്പം തന്നെ ക്ലാഷ് വിന്നർ എല്ലാം തന്നെ ആയി മാറിയ സിനിമയാണല്ലോ ആവേശം. ആവേശത്തിന്റെയും ഡീറ്റെയിൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 18 ദിവസത്തെ കണക്കുകൾ പ്രകാരം പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 59 കോടി 75 ലക്ഷം, തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടി 55 ലക്ഷം, കർണാടകത്തിൽ നിന്ന് 8 കോടി 50 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 55 ലക്ഷം എന്നിങ്ങനെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഓവർസീസിൽ നിന്നും 5.90 മില്യൺ മുകളിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 127 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ വെറും 18 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ സിനിമയുടെ 19ാം ദിവസമായിരുന്നു തിയേറ്ററുകളിൽ. 130 കോടിക്കടുത്താണ് സിനിമയുടെ 19 ദിവസത്തെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം 3 സിനിമകളുടെ കൃത്യമായ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുകയാണ്. കാത്തിരിക്കൂ ഇനിയും ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി.